കഴിഞ്ഞ വോള്യത്തിൽ നമ്മൾ അവസാനം പഠിച്ചു നിർത്തിയ ഭാഗം ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ SHE വെച്ച് കണ്ടെത്തി അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സീരീസ് നമ്മൾ പഠിച്ചു അല്ലേ? അതിനെന്താ വിളിച്ചത്? ഇലക്ട്രോ കെമിക്കൽ സീരീസ്. പിന്നെ അതിൻ്റെ ഉപയോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് പഠിച്ചിരുന്നു അല്ലേ? എന്തായിരുന്നു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? ഒരു ഇലക്ട്രോഡ് അതിൻ്റെ അയോണിക് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരുന്നാൽ അപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇനി ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന് ആ ഇലക്ട്രോഡ് താഴ്ത്തി വച്ചിരിക്കുന്ന സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് ഇലക്ട്രോഡിനെ ഡിപ്പ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടാകുമോ? ഉണ്ടാകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ വ്യത്യാസം എത്രയാണെന്ന് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഇക്വേഷനുണ്ട്. ആ ഇക്വേഷനാണ് നേർഡ്സ് ഇക്വേഷൻ. NERNST, നേർഡ്സ് ഇക്വേഷൻ. എന്താ നേർഡ്സ് ഇക്വേഷൻ? ഒരു ജനറൽ റിഡക്ഷൻ റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു മെറ്റൽ അയോൺ അതിൻ്റെ സൊല്യൂഷനിൽ നിന്ന് കാഥോഡിൽ വന്ന് n നമ്പർ ഓഫ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നു അല്ലേ? ഗെയിനിങ് ഓഫ് ഇലക്ട്രോണിനെ എന്താ വിളിക്കുക? റിഡക്ഷൻ. ഓക്കെ, റിഡക്ഷൻ. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്ത് മെറ്റൽ സോളിഡായിട്ട് കാഥോഡിൽ പറ്റിപ്പിടിക്കും. ഇതല്ലേ ഒരു ജനറൽ റിഡക്ഷൻ റിയാക്ഷൻ? ഇനി ഇതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇക്വേഷൻ ഒന്ന് നോക്കിയേ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ പറയുക? റിഡക്ഷൻ പൊട്ടൻഷ്യലിനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. അപ്പോൾ ആ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ദാറ്റ് മീൻസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദ മെറ്റൽ rod, that is n plus bar m is equal to E0, that means standard reduction potential of the electrode. ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ടു. SHEയുമായി കപ്പിൾ ചെയ്ത് സെല്ലാക്കി ആ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ നിന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ കണ്ടെത്തിയിരിക്കുന്ന വാല്യൂ ആണിത് അല്ലേ? ഇത് നമുക്കിപ്പോൾ എവിടെ നിന്ന് കിട്ടും? ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ നിന്ന് കിട്ടുമല്ലോ. ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ അല്ലേ? മൈനസ് RT ഡിവൈഡഡ് ബൈ NF ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ലോഗരിതം കോൺസെൻട്രേഷൻ ഓഫ് ദ മെറ്റൽ ഡിവൈഡഡ് ബൈ ദ കോൺസെൻട്രേഷൻ ഓഫ് ദി ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ. ഈ ഇക്വേഷനെയാണ് നമ്മൾ നേർഡ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. That means equation of single electrode potential. That means ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ തമ്മിൽ എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നേർഡ്സ് ഇക്വേഷൻ. ഇനി നോക്കിയേ, കഴിഞ്ഞ വർഷം നമ്മൾ ഇക്വിലിബ്രിയത്തിൽ പഠിച്ചിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് പ്യുവർ സോളിഡ് ഓർ ലിക്വിഡ് ഈസ് ടേക്കൺ ആസ് യൂണിറ്റി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എഴുതാം എന്ത്? കോൺസെൻട്രേഷൻ ഓഫ് ദ മെറ്റൽ ഈസ് ഈക്വൽ ടു യൂണിറ്റി. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ നമുക്ക് റീറൈറ്റ് ചെയ്യാം? ഈ n പ്ലസ് ബാർ m ഈസ് ഈക്വൽ ടു E0 n plus bar m minus RT divided by NF into ln 1 by concentration of the electrolyte എന്ന് മാറ്റി എഴുതാമല്ലോ. ഇനി ഇതിനെ നമുക്ക് കോമൺ ലോഗരിതത്തിലേക്ക് മാറ്റണമെന്ന് വിചാരിക്കുക. അപ്പോൾ കോമൺ ലോഗരിതത്തിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ എക്സ്പൊണൻഷ്യൽ ലോഗരിതം സാധാ ലോഗരിതത്തിലോട്ട് മാറും. LOG, log to the base 10. അപ്പോൾ നമുക്കിത് മാറ്റി എഴുതാം. റിഡക്ഷൻ പൊട്ടൻഷ്യൽ
of the electrode is equal to standard electrode potential minus കോമൺ ലോകത്തിലോട്ട് മാറ്റുന്ന എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 2.303. അപ്പോൾ ബാക്കി ഇനി എന്തുകൊണ്ട് RT ഡിവൈഡഡ് ബൈ NF ഇൻറ്റു log 1 by concentration of the electrolyte. And this equation is called the Nernst equation of the single electrode potential. അതായത് ഒരു ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോളിക് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് മാറുന്നു? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വേരി ചെയ്യുന്നു. ഇതിനെ കാണിക്കുന്ന ഇക്വേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെർട്സ് ഇക്വേഷൻ. അപ്പോൾ ആ നെർട്സ് ഇക്വേഷൻ ജനറൽ ഫോം പറഞ്ഞേ, E m n plus bar m, that means electrode potential of the electron is equal to E0 m n plus bar m, that is standard electrode potential of the electrode, minus 2.303 RT divided by NF into log value of 1 by concentration of the electrolytic solution. ഇവിടെ ഓരോന്നും എന്താണെന്ന് പറയാമോ? E m plus bar m അതെന്താണ്? Electrode potential of the electrode. What is E0 m n plus bar m? Standard electrode potential. എന്താണ്? Standard electrode potential. ഇനി R എന്താണ്? Gas constant. T O Kelvin temperature. N number of moles of electron used for that reduction reaction. കണ്ടില്ലേ, ഈ റിഡക്ഷൻ റിയാക്ഷനിൽ എത്ര ഇലക്ട്രോൺ ഉപയോഗിക്കുന്നു? ഒരു മോൾ മെറ്റൽ സോളിഡ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ എത്ര മോൾ ഇലക്ട്രോൺ വേണ്ടി വരുന്നു? അതാണ് എന്നിൻ്റെ വാല്യൂ. എഫ് എന്താണ്? ഫാരഡേസ് കോൺസ്റ്റൻറ്റ്. എഫ് ഫാരഡേസ് കോൺസ്റ്റൻറ്റ്. ദാറ്റ് മീൻസ് ചാർജ് ഓഫ് 1 mole of electron, that is 96,500 coulomb per mole. That's a constant, Faraday's constant. That means charge of 1 mole of electron. 1 mole of electron ചാർജ് നമുക്ക് എങ്ങനെ പിടിക്കാം? ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 1.6 ഇൻറ്റു 10⁻⁻⁹ കൂളം അല്ലേ? അതിനെ ഒരു മോൾ എത്ര എണ്ണം ഉണ്ട്? 6.022 ഇൻറ്റു 10⁻23 അവഗാഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം പെർ മോൾ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂവിനെ റൗണ്ട് ചെയ്ത് പറയാം 96,500 കൂളം പെർ മോൾ. അതാണ് 1 ഫാരഡേ, and that is called the Faraday's constant. Mn plus എന്താണ്? Mn plus, that is the concentration of the electrolytic solution. ഇനി ഈ ഇക്വേഷനിൽ ഒരു കാര്യം ശ്രദ്ധിച്ച്, നമ്മൾ താഴ്ത്തി വച്ചിരിക്കുന്ന സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ Mn plus എന്ന് പറയുന്നത് 1 molar സൊല്യൂഷൻ. ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ നമ്മൾ 1 molar സൊല്യൂഷനിൽ ഉപയോഗിക്കുക. അപ്പോൾ ഇതിന് പകരം 1 കൊടുത്താൽ ഇത് log 1/1 എന്ന് വരത്തില്ലേ? അപ്പോൾ log 1/1 എന്ന് പറഞ്ഞാൽ log 1 എന്നല്ലേ? log 1 എത്രയാണ്? log 1 0. അപ്പോൾ ഈ ടേം മൊത്തത്തിൽ എന്തായി? 0 ആയിപ്പോയി. അങ്ങനെ വരുമ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. നമ്മുടെ കോൺസ്റ്റൻറ്റ് വാല്യൂ തന്നെ കിട്ടും, കാരണം അത് സ്റ്റാൻഡേർഡ് കണ്ടീഷനാണ്. കോൺസെൻട്രേഷൻ ഓഫ് ദി ഇലക്ട്രോലൈറ്റ് 1 molar. അപ്പോൾ ഈ കോൺസെൻട്രേഷനിൽ 2 molar ആക്കിയാലോ അല്ലെങ്കിൽ 3 molar ആക്കിയാലോ അല്ലെങ്കിൽ 0.5 molar ആക്കിയാലോ വ്യത്യാസം വരുമല്ലോ. ഈ വാല്യൂവിൽ നിന്ന് വ്യത്യാസം വരുമല്ലോ. അതായിരിക്കത്തില്ലേ ആ കണ്ടീഷനിലുള്ള എന്ത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇതിനെ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് നെർട്സ് ഇക്വേഷൻ. ഇനി ഈ നെർട്സ് ഇക്വേഷൻ്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ അപ്പോൾ എന്തായിരിക്കാം? കാൽക്കുലേഷൻ ഓഫ് സെൽ പൊട്ടൻഷ്യൽ. എന്താണ് കാൽക്കുലേഷൻ ഓഫ് സെൽ പൊട്ടൻഷ്യൽ? എന്തുകൊണ്ടാണ്? സെൽ പൊട്ടൻഷ്യൽ നമുക്കറിയാം. ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ കാത്തോഡ് മൈനസ്, ദാറ്റ് മീൻസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ്. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് എന്ന് പറയുമ്പോൾ അത് ഒരു ഹാഫ് സെല്ലിൻ്റെ പൊട്ടൻഷ്യലല്ലേ? കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്ന ഹാഫ് സെല്ലിൻ്റെ പൊട്ടൻഷ്യലല്ലേ? അത് നമ്മുടെ നെർട്സ് ഇക്വേഷൻ എഴുതാമല്ലോ അല്ലേ? അതേപോലെ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്ന വേറൊരു ഹാഫ് സെല്ലായിരിക്കില്ലേ? അതിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് നെർട്സ് ഇക്വേഷൻ വെച്ച് എഴുതാമല്ലോ. അപ്പോൾ ആ 2 വാല്യൂവും എഴുതിയിട്ട് അതിനെ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ കിട്ടും. ദാറ്റ് മീൻസ് ഈ സെൽ. അതുകൊണ്ട് സെൽ പൊട്ടൻഷ്യൽ
കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? നേർഡ്സ് ഇക്വേഷൻ. ആൻഡ് അപ്പോൾ കിട്ടുന്ന സെല്ലിൻ്റെ ഇക്വേഷനെയും നമുക്ക് എന്ത് വിളിക്കാം? ദ നേർഡ്സ് ഇക്വേഷൻ ഓഫ് ദി സെൽ പൊട്ടൻഷ്യൽ. നേർഡ്സ് ഇക്വേഷൻ ഓഫ് ദി സെൽ പൊട്ടൻഷ്യൽ. ആൻഡ് ദാറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ദാറ്റ് മീൻസ് ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് പറയൂ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ്. ഉദാഹരണത്തിന് നമുക്ക് ഡാനിയൽ സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ ഡിറൈവ് ചെയ്യണം. അപ്പോൾ ഡിറൈവ് ദ സെൽ പൊട്ടൻഷ്യൽ ഓഫ് ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ നമുക്ക് ഡിറൈവ് ചെയ്യണം. അപ്പോൾ നോക്കാം, ഡാനിയൽ സെൽ എന്താണ്? സിങ്ക് റോഡ് ഈസ് ഡിപ്ഡ് ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് സിങ്ക് 2+ അയോൺ അല്ലേ? ആൻഡ് എ കോപ്പർ റോഡ് ഈസ് ഡിപ്ഡ് ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് its ion, that means copper 2+ ion. Electrode and electrolyte solution is separated by single vertical line. Both electrolyte solutions are separated by double vertical line. ഇതായിരുന്നു നമ്മൾ സെൽ നൊട്ടേഷൻ അഥവാ സെൽ ഡയഗ്രമായിട്ട് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഇത് ഡാനിയൽ സെല്ലിനെ കാണിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഡാനിയൽ സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ നമുക്ക് എഴുതാം. ഈ സെൽ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഈ കാത്തോഡ് മൈനസ് പറയൂ ഈ കാത്തോഡ് മൈനസ് ഈ ആനോഡ്. ശരിയല്ലേ? അപ്പോൾ ഡാനിയൽ സെല്ലിൽ കാഥോഡ് ആരാണ്? സെൽ ഡയഗ്രം തന്നാൽ കാഥോഡ് ആര്? റൈറ്റ് ഹാൻഡ് ഇലക്ട്രോഡ്. കോപ്പർ അല്ലേ? ആനോഡ് ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ ഇലക്ട്രോഡ്, അതായത് ആ സിംഗല്ലേ. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ മൈനസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് നമ്മൾ എഴുതി ഇട്ടതിൻ്റെ ഡിഫറൻസ് എടുത്താൽ എന്ത് കിട്ടും? ഡാനിയൽ സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ കിട്ടും. അപ്പോൾ നമുക്ക് ഡിറൈവ് നോക്കാം. അപ്പോൾ യൂസിങ് നേർഡ്സ് ഇക്വേഷൻ. എന്താ നേർഡ്സ് ഇക്വേഷൻ? യൂസിങ് നേർഡ്സ് ഇക്വേഷൻ. എന്താ നേർഡ്സ് ഇക്വേഷൻ? ഈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ദി ഇലക്ട്രോഡ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലേ, മൈനസ് കോമൺ ലോഗരിതത്തിൽ 2.303 RT ഡിവൈഡ് ബൈ NF ഇൻറ്റു log 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. ഇതായിരുന്നല്ലോ ജനറൽ ഫോം. ഇനി നമുക്ക് വേണ്ടത് ഏതിൻ്റെയൊക്കെയാ? സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും. അപ്പം ആദ്യം നമുക്ക് കാഥോഡിൻ്റെ എഴുതാം. അത് കോപ്പർ അല്ലേ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ മൈനസ് 2.303 RT ഡിവൈഡഡ് ബൈ NF. ഈ N നമുക്ക് വേണമെങ്കിൽ എഴുതാം. N എത്രയാ? 2 അല്ലേ? കോപ്പർ 2+ കോപ്പറായി മാറാൻ 2 ഇലക്ട്രോൺ വേണം. അപ്പോൾ 1 മോൾ കോപ്പറിന് 2 മോൾ ഇലക്ട്രോൺ. അപ്പോൾ 2 ഫാരഡേ എന്ന് എഴുതാം. തൽക്കാലം നമുക്ക് ജനറൽ ഫോമിൽ ഇടാം. NF ഇൻറ്റു log 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ 2+ സൊല്യൂഷൻ. ശരിയല്ലേ? ഇതുപോലെ നമുക്ക് സിങ്കിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എഴുതാമല്ലോ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് അല്ലേ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് മൈനസ് 2.303 RT ഡിവൈഡഡ് ബൈ NF. എന്നിന് പകരം വേണമെങ്കിൽ ഇവിടെയും നമുക്ക് 2 കൊടുക്കാം. കാരണം എന്താ? Zn 2+ Zn ആയിട്ട് മാറണമെങ്കിൽ 2 ഇലക്ട്രോൺ റിഡക്ഷൻ വേണ്ടി വരും. അപ്പോൾ 1 മോൾ സിങ്കിന് 2 മോൾ ഇലക്ട്രോൺ. അപ്പോൾ 2F എന്ന് എഴുതാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ജനറൽ ഫോമിൽ തന്നെ NF എന്ന് എഴുതുന്നു. ഇൻറ്റു log 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് ദി ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ. അതാരാ? സിങ്ക് 2+ അയോണിൻ്റെ സൊല്യൂഷൻ ആണല്ലോ. അപ്പോൾ ഈ 2 വാല്യൂ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ അല്ലേ? അപ്പോൾ ഈ സെൽ ഈസ് ഈക്വൽ ടു കോപ്പറിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് കോപ്പറിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് സിങ്കിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ വാല്യൂ നോക്കി പറഞ്ഞേ. E0 Cu 2+ ബാർ Cu അല്ലേ, മൈനസ് 2.303 RT ഡിവൈഡഡ് ബൈ NF ഇൻറ്റു log 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ 2+ മൈനസ് ഓഫ് ശരിയല്ലേ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ മൈനസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക്. അപ്പോൾ സിങ്കിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഈ വാല്യൂ എഴുതാം. മൈനസ് ഓഫ് പറയൂ E0 ഓഫ് Zn 2+ ബാർ Zn മൈനസ് 2.303 RT ഡിവൈഡഡ് ബൈ NF ഇൻറ്റു log 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് Zn 2+. ശരിയല്ലേ? ബ്രൈറ്റ് ക്ലോസ്. ഇനി നോക്കിയേ,
ഇവിടെ നമുക്ക് രണ്ട് കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഉണ്ട് അല്ലേ? നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ നിന്ന് എടുത്തെടുന്ന രണ്ട് വാല്യൂസ് ഉണ്ടല്ലോ. ഇത് രണ്ടും കോൺസ്റ്റൻ്റ് അല്ലേ? E0 ഓഫ് കോപ്പർ, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ ആൻഡ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക്. അത് നമുക്ക് ഒരുമിച്ച് എഴുതാം. അപ്പോൾ നോക്കിയേ, E cell is equal to, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതാൻ പോകും. E0 ഓഫ് കോപ്പർ മൈനസ് E0 ഓഫ് സിങ്ക്. ക്ലിയർ? ഇനി ബാക്കിയുള്ള ടൈമിൽ നോക്കിയേ, 2.303 RT ഡിവൈഡ് ബൈ NF, 2.303 RT ഡിവൈഡ് ബൈ NF കോമൺ അല്ലേ? അത് നമുക്ക് പുറത്തെടുക്കാമല്ലോ. എടുത്തൂടെ? അപ്പോൾ മൈനസ് 2.303 RT ഡിവൈഡഡ് ബൈ NF ഞാൻ ഇനി കോമൺ എടുത്തു എന്ന് വിരിക്കാം. ഓക്കെ, അപ്പം ബാക്കി ഇനി ഇവിടെ എന്തുണ്ടെന്ന് നോക്കുക. ഇവിടുന്ന് മൈനസ് ഉൾപ്പെടെയാണ് എടുത്തത്. മൈനസ് 2.303 RT ഡിവൈഡ് ബൈ NF എടുത്തു. പിന്നെ ബാക്കി എന്താ ഉള്ളത്? പ്ലസ് വാല്യൂ അല്ലേ? ലോഗ് 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ്. ശരിയാണല്ലോ? ഇനി ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ മൈനസും ഈ മൈനസ് കൂടെ എന്താവും? പ്ലസ് ആവുമല്ലോ. അതിൽ നിന്നല്ലേ ഞാൻ മൈനസ് പുറത്തെടുത്തത്. അപ്പോൾ പിന്നെ ബ്രാക്കറ്റിനകത്ത് മൈനസ് ആയിരിക്കത്തില്ലേ? നോക്കിയേ, ഈ മൈനസും ഈ മൈനസ് കൂടെ പ്ലസ് ആണ്. ഈ ടേം പ്ലസ് ആണ്, കാരണം ഇവിടെ മൈനസ് കോമൺ ആണ്. അപ്പോൾ ഈ ടേം പ്ലസ് ആണ്. അവിടെ നിന്ന് നമ്മൾ പുറത്തെടുത്തിരിക്കുന്ന മൈനസ് ഉൾപ്പെടെയാണ് പുറത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് അപ്പോൾ എന്താണ്? പ്ലസിൽ നിന്ന് മൈനസ് എടുത്താൽ ബാക്കി മൈനസ് ആണ്. അപ്പം ബ്രാക്കറ്റിനകത്ത് മൈനസ് ആയിരിക്കും. മൈനസ് ലോഗ് 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ്. ശരിയാണല്ലോ? ഇനി E cell ഈസ് ഈക്വൽ ടു, ഇതൊന്ന് നോക്കിയേ, E0 ഓഫ് കോപ്പർ മൈനസ് E0 ഓഫ് സിങ്ക്. അതെന്താണ്? സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ. ഈ ടേമിന് പകരം നമുക്ക് എന്ത് എഴുതാം? സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ E0 ഓഫ് സെൽ. ശരിയാണല്ലോ? മൈനസ് 2.303 RT ഡിവൈഡഡ് ബൈ NF. ഓക്കെ, ദിസ് ഈസ് ലോഗ് എ മൈനസ് ലോഗ് ബി. ബ്രാക്കറ്റിൽ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് എ ബൈ ബി. ലോഗരിതമിക് നിയമമാണ്. ലോഗ് എ മൈനസ് ലോഗ് ബി ഇസ് ഈക്വൽ ടു ലോഗ് എ ബൈ ബി. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് എ ബൈ ബി. എക്ക് വരെ എന്താണ്? 1 ബൈ Cu2 പ്ലസ് ഹോൾ ഡിവൈഡ് ബൈ ബി. ബിക്ക് വരം 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് ആണല്ലോ. Therefore, E cell is equal to E0 of cell minus 2.303 RT divided by NF into log value of, ഇത് റെസിപ്രോക്കലോൺ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ Zn2 പ്ലസ് മേളിൽ പോകത്തില്ലേ? അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും? കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ്. അപ്പോൾ ദിസ് ഈസ് ദ cell potential of Daniell cell, cell potential of Daniell cell in terms of the Nernst equation, and therefore this is the Nernst equation for the cell potential of Daniell cell. But Daniell cell the cell potential equation നമ്മൾ derive പറയൂ. E cell is equal to E0 cell minus 2.303 RT divided by NF into log concentration of Zn2 plus divided by കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ്. ശരിയല്ലേ? ഇവിടെ ഓരോന്നും എന്താണെന്നറിയാമല്ലോ. E cell സെൽ പൊട്ടൻഷ്യൽ. വാട്ട് ഈസ് E0 സെൽ? സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ. ദാറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. എന്താ? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് ആൻഡ് ദ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ്. ഹിയർ ഇറ്റ് ഈസ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ ആൻഡ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക്. R എന്താണ്? ഗ്യാസ് കോൺസ്റ്റൻറ്റ്. TO കെൽവിൻ ടെമ്പറേച്ചർ. N നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് ഫോർ ദിസ് റിഡോക്സ് റിയാക്ഷൻ. F ഫാരഡേസ് കോൺസ്റ്റൻറ്റ് 96,500 കൂളം പെർ മോൾ. കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ്, ഇത് ആനോഡിക് കോൺസെൻട്രേഷനാണ്. ഇതോ കാഥോഡിക് കോൺസെൻട്രേഷൻ, കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ്. ഡാനിയൽ സെല്ലിൻ്റെ സെൽ റിയാക്ഷൻ നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ ആദ്യം പഠിച്ചല്ലോ. സിങ്ക് എന്തായിട്ട് മാറുന്നു? ഓക്സിഡൈസ് ചെയ്ത് സിങ്ക് 2+ ആയിട്ട് മാറും. അപ്പോൾ ലൂസ് ചെയ്യുന്ന 2 ഇലക്ട്രോണിനെ കോപ്പർ 2+ സൊല്യൂഷനിൽ നിന്ന് വന്ന് ആ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് കോപ്പറായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ സിങ്ക് സോളിഡ്
2 ഇലക്ട്രോണെ ലൂസ് ചെയ്ത് സിങ്ക് 2+ ആയിട്ട് സൊല്യൂഷനിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ സിങ്കിൽ നിന്ന് കോപ്പറിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോപ്പർ താഴ്ത്തി വെച്ചിരിക്കുന്ന സൊല്യൂഷനുള്ള Cu2+ ആ റോഡിലേക്ക് വന്ന് ഇലക്ട്രോണെ സ്വീകരിച്ച് കോപ്പറായിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. ദിസ് ഈസ് ദ സെൽ റിയാക്ഷൻ കോൾഡ് ദ റിഡോക്സ് റിയാക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെൽ പൊട്ടൻഷ്യൽ, ദാറ്റ് മീൻസ് ഇ സെൽ എന്നുള്ളത് E0 സെൽ മൈനസ് 2.303 RT ഡിവൈഡഡ് ബൈ NF ഇൻറ്റു ലോഗ്. നമ്മൾ നേഴ്സ് ഇക്വേഷൻ ചെയ്തപ്പോൾ ശ്രദ്ധിച്ചായിരുന്നോ? അവിടെ കോൺസെൻട്രേഷൻ ഓഫ് ദി പ്യുവർ മെറ്റൽ ഈസ് ടേക്കൺ ആസ് യൂണിറ്റി. അത് നമ്മൾ എഴുതിയിരുന്ന എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടല്ലോ? കോൺസെൻട്രേഷൻ ഓഫ് M ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് N+, എന്നല്ലേ എഴുതിയത്. അവിടെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് M എത്ര എടുത്തു? യൂണിറ്റി 1 എടുത്തു. അതുകൊണ്ട് ആ ഇക്വേഷനെ നമുക്ക് റീറൈറ്റ് ചെയ്ത് നമ്മൾ എന്തെന്നെഴുതി? 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് Mn+ എന്ന് എഴുതി. അത് നമ്മൾ യൂണിറ്റി ആയിട്ട് എടുത്തത് കൊണ്ടാണ് അത് എഴുതാതെ അയോണിക് കോൺസെൻട്രേഷൻ മാത്രം എഴുതിയത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ലോഗ് വാല്യൂ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് 2+ വരുന്നത് പ്രോഡക്റ്റിലല്ലേ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് Zn2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cu ഡിവൈഡഡ് ബൈ Cu2+ വരുന്നത് റിയാക്ടൻ സൈഡിലല്ലേ. അപ്പോൾ അവിടെ കോൺസെൻട്രേഷൻ ഓഫ് Zn ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cu2+ എന്ന് ജനറലായിട്ട് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നേഴ്സ് ഇക്വേഷന് ജനറൽ ഫോമിൽ M ഡിവൈഡഡ് ബൈ Mn+ എന്നാണ്. അങ്ങനെ നമ്മൾ എഴുതിയിരുന്നുവെങ്കിൽ ഇങ്ങനെ കിട്ടിയേനെ. പക്ഷേ നമ്മൾ അവിടെ കോൺസെൻട്രേഷൻ ഓഫ് M ഈസ് ടേക്കൺ ആസ് യൂണിറ്റി. അതുകൊണ്ടായിരുന്നു മെറ്റൽ അയോൺ കോൺസെൻട്രേഷൻ എഴുതാതെ പോയത്. അതുകൂടെ എഴുതിയിരുന്നുവെങ്കിൽ നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടുമായിരുന്നു. ഇങ്ങനെ കിട്ടിയാലും ഈ 2 വാല്യൂ നമ്മൾ എഴുതത്തില്ല. കാരണം ദിസ് ഈസ് ടേക്കൺ ആസ് യൂണിറ്റി 1. അതുകൊണ്ട് ഇക്വേഷൻ എങ്ങനെ റെഡ്യൂസ് ചെയ്യും? ഈ ഇക്വേഷൻ ഇങ്ങനെ തന്നെ മാറും. ഇത് നമ്മൾ തള്ളിക്കളയുന്നു, ഇതും തള്ളിക്കളയുന്നു. കാരണം ഇറ്റ് ഈസ് യൂണിറ്റി. അപ്പോൾ 1 ഇൻറ്റു Zn2+, 1 ഇൻറ്റു Cu2+, ദാറ്റ് ഈസ് Cu2+. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇൻ ജനറൽ പൊതുവിൽ നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം. ഇ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 2.303 RT ഡിവൈഡഡ് ബൈ NF ഇൻറ്റു ലോഗ് വാല്യൂ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻറ്റ് അല്ലേ. അപ്പം ഇ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 2.303 RT ഡിവൈഡഡ് ബൈ NF ഇൻറ്റു ഈ പ്രോഡക്റ്റ് സൈഡിൽ എന്താ വരിക? ആനോഡിക് കോൺസെൻട്രേഷൻ. ശരിയല്ലേ? റിയാക്ടൻ സൈഡിൽ എന്ത് മാത്രമേ വരുന്നുള്ളൂ? ദേ കണ്ടില്ലേ, റിയാക്ടൻ സൈഡിൽ കാഥോഡിക് കോൺസെൻട്രേഷൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ജനറൽ ഫോമിൽ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ നമ്മൾ എഴുതുമ്പോൾ E0 സെൽ കഴിഞ്ഞ് നെഗറ്റീവ് സൈൻ ഉപയോഗിച്ചാണ് നമ്മൾ എഴുതുന്നത്. ദാറ്റ് ഇസ് എ ജനറൽ ഫോം മൈനസ്. അപ്പോൾ ആ മൈനസ് ഇട്ട് വേണം എഴുതാൻ. അങ്ങനെ എഴുതുമ്പോൾ ഓർത്തിരിക്കേണ്ടത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെ വരും. മേളിലിരുന്ന് പ്രോഡക്റ്റ്, താഴെ നിന്ന് റിയാക്ടൻ. ഇനി ആനോഡിക് കോൺസെൻട്രേഷൻ കാഥോഡിക് കോൺസെൻട്രേഷൻ ആണെങ്കിൽ നെഗറ്റീവ് സൈൻ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെ പറയണം. ആനോഡിക് കോൺസെൻട്രേഷൻ ബൈ കാഥോഡിക് കോൺസെൻട്രേഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു ജനറൽ സെൽ റിയാക്ഷൻ ഓഫ് ദ ടൈപ്പ് A moles of A plus B moles of B giving C moles of C plus D moles of D എന്നിരിക്കട്ടെ. അതൊരു ഇക്വിലിബ്രിയം റിയാക്ഷനും ആണെന്നും ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ the cell potential E cell can be written as E cell is equal to E0 cell minus 2.303 RT divided by NF into log concentration of product divided by concentration of reactant. Product side ലാറുള്ളത് concentration of C into concentration of D അല്ലേ, divided by reactant side ലാറുള്ളത് concentration of A into concentration of B. ശരിയല്ലേ? പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഇല്ലേ? പക്ഷേ നമ്മൾ ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ പഠിച്ചതുമാണല്ലോ. ഇവിടെ എ എന്ന് പറയുന്നത് എ മോൾസ് ഇല്ലേ, ബി എന്ന് പറയുന്നത് ബി മോൾസ് ഉണ്ട്, സി ഒരു മോളല്ല സി മോളുണ്ട്, ഡി ഒരു മോളല്ല ഡി മോൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മോൾ ആണെങ്കിലാണ് ഇത് 1 ടൈം എഫക്റ്റ് ചെയ്യുക. ഇത് ഓരോന്നും
ഇവിടെ ഡിഫറൻ്റ് ആണ്. എ മോൾസ്, ഇത് ബി മോൾസ് ഉണ്ട്, സി മോൾസ് ഉണ്ട്, ഡി മോൾസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ഈച്ച് കോൺസെൻട്രേഷൻ ടേം റൈസ് ടു എ പവർ ഈക്വൽ ടു ഇറ്റ്സ് കോഎഫിഷ്യൻറ്റ് ദെയർ ഇൻ ദി ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ അല്ലേ? ബാലൻസ് കെമിക്കൽ ഇക്വേഷനിൽ അവരുടെ കോഎഫിഷ്യൻറ്റ് എത്രയാണോ അതായിട്ട് ഓരോ കോൺസെൻട്രേഷൻ ടേമിനെ ഉയർത്തേണ്ടി വരും. അപ്പോൾ ദിസ് ഈസ് ദ correct expression for the cell potential for a cell reaction of the type A moles of A plus B moles of B gives C moles of C plus D moles of D. എങ്ങനെ എഴുതാം? E cell is equal to E0 cell minus 2.303 RT divided by NF into log concentration of product divided by concentration of reactant. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചേ, ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് ദ ആനോഡിക് സൊല്യൂഷൻ Zn2+, അത് 1 മോളാർ ആണെന്നിരിക്കട്ടെ. അതുപോലെ കാഥോഡിക് കോൺസെൻട്രേഷൻ കോപ്പർ 2+ അയോണിക് സൊല്യൂഷനും 1 മോളാർ. ദാറ്റ് മീൻസ് യൂണിറ്റി. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ നമ്മൾ അതല്ലേ പറഞ്ഞേ, 1 മോളാർ. അതിവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ നേർഡ്സ് ഇക്വേഷൻ ഫോർ സിംഗിൾ ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞില്ലേ, അതേപോലെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ Zn2+ൻ്റെ കോൺസെൻട്രേഷൻ 1 മോളാർ. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ ഇതും 1, 1/1 അപ്പോൾ ലോഗ് 1 എന്ന് കിട്ടത്തില്ലേ? അപ്പോൾ ലോഗ് 1 എന്താണ്? 0. അപ്പോൾ ഈ ടേം മൊത്തത്തിൽ എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. അപ്പോൾ ഈ ടേം മൊത്തം പോയല്ലോ. അപ്പോൾ സെൽ പൊട്ടൻഷ്യൽ ബിക്കം ഈക്വൽ ടു നത്തിങ് ബട്ട് സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ. അപ്പോൾ ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ആയിട്ട് തന്നെ കിട്ടും ഏത് ടെമ്പറേച്ചറിലും, T ഏതായാലും. എന്തുകൊണ്ട്? ഇവിടെ താഴ്ത്തി വച്ചിരിക്കുന്ന സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ യൂണിറ്റി അഥവാ 1 മോൾ പെർ ലിറ്റർ അതായിരുന്നു നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷനായിട്ട് പറഞ്ഞിരുന്നത്. സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ 1 മോളാർ. അങ്ങനെയാണെങ്കിൽ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തു തന്നെയാണ്? സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം സെൽ പൊട്ടൻഷ്യൽ ഈസ് എ കോൺസ്റ്റൻറ്റ്. സെൽ പൊട്ടൻഷ്യൽ ഈസ് എ കോൺസ്റ്റൻറ്റ്. എന്തുകൊണ്ടാണ് കോൺസ്റ്റൻറ്റ്? നമുക്ക് നേരിട്ട് മെഷർ ചെയ്തൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം E0 സെല്ലായിട്ട് തന്നെ കിട്ടും. സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ രണ്ടും യൂണിറ്റി ആണെങ്കിൽ അപ്പോൾ E0 സെൽ കണ്ടുപിടിക്കാൻ നമുക്ക് സെൽ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഈ സെല്ല് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ആനോഡ് ഏത് കാഥോഡ് ഏതെന്ന് നോക്കിയിട്ട് ആ കാഥോഡിൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ നിന്ന് ആനോഡിൻ്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറച്ചാൽ പോരെ. അത് കുറയ്ക്കാൻ നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഉപയോഗിച്ചൂടെ? അതല്ലേ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ ആപ്ലിക്കേഷനായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ വാല്യൂസ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. ഉദാഹരണത്തിന് ഡാനിയൽ സെല്ലിൻ്റെ കേസ് നോക്കാം. കോൺസെൻട്രേഷൻ സൊല്യൂഷൻ 1 മോളാർ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ ഇക്വേഷൻ എന്ത് മനസ്സിലായി? പറയൂ. E സെൽ ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് E0 സെൽ അല്ലേ? E0 സെൽ തന്നെയാണ് ഈ സെൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡാനിയൽ സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാം. E0 ഓഫ് കാഥോഡ് മൈനസ് E0 ഓഫ് ആനോഡ്. ശരിയല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു E0 ഓഫ് കാഥോഡ്. എന്താ കാഥോഡ്? ഡാനിയൽ സെല്ല് കോപ്പർ അല്ലേ? അപ്പോൾ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ മൈനസ് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ് ആര്? സിങ്ക്. അപ്പോൾ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക്. എഴുതി മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് നോക്കിയിട്ട് ഈ വാല്യൂ നമുക്ക് എഴുതാം. ബിക്കോസ് ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അതായത് SH വെച്ച് കപ്പിൾ ചെയ്ത് ഓരോ എലമെൻ്റെയും സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ച് നമ്മളൊരു സീരീസ് ആക്കി വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് വിളിച്ചിരുന്നു? ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ആ ഇലക്ട്രോ കെമിക്കൽ സീരീസ് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കോപ്പറും കിട്ടും, അതുപോലെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്കും കിട്ടും. അപ്പോൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. ഇത് ഒരു 1 മാർക്ക് ചോദ്യമായിട്ട് പരീക്ഷയിൽ ചോദിക്കുന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ E0 ഓഫ് കോപ്പറും E0 ഓഫ് സിങ്കും തന്നിരിക്കും. ആ വാല്യൂ ഇലക്ട്രോ കെമിക്കൽ സീരീസിലുണ്ട്. കോപ്പറിൻ്റെ 0.34 വോൾട്ട് പ്ലസ് വാല്യൂ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം കോപ്പറിന് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് കൂടുതൽ. അതുകൊണ്ട് റിഡക്ഷൻ പൊട്ടൻഷ്യൽ പോസിറ്റീവാണ്. കാരണം ഇറ്റ്സ് എ ലോ റിയാക്റ്റീവ് മെറ്റൽ. സിങ്കിൻ്റെയോ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് നോക്കിയാൽ E0 വാല്യൂ നെഗറ്റീവാണ്. കാരണം ഇതിൻ്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാണ് പോസിറ്റീവ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ നെഗറ്റീവാണ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. 0.76 വോൾട്ട്. ഓക്കെ, അപ്പോൾ നോക്കിയേ 0.34 വോൾട്ട് മൈനസിന് മൈനസ് പ്ലസ് 0.76 വോൾട്ട്. ദാറ്റ്സ് ഈക്വൽ ടു ആഡ് ചെയ്യുമ്പോൾ
1.10 വോൾട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാം. പ്രൊവൈഡഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് ദ ഇലക്ട്രോണിക് സൊല്യൂഷൻ ഈസ് യൂണിറ്റി. അപ്പോൾ സെൽ പൊട്ടൻഷ്യലിന് എന്തില്ല? മാറ്റമില്ല. എന്തുകൊണ്ട് മാറ്റമില്ല? ആ സെൽ ഉണ്ടാക്കിയിരിക്കുന്ന രണ്ട് ഹാഫ് സെല്ലിലെയും ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്, 1 മോളാർ ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും. അതായത് ഈ സെൽ എന്നുള്ളത് എന്ത് തന്നെയാണ്? E0 സെൽ തന്നെയാണ്. അപ്പം ഈ സെൽ ബിക്കം ഈക്വൽ ടു E0 സെൽ പ്രൊവൈഡഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് ദ ഇലക്ട്രോളിക് സൊല്യൂഷൻ ഈസ് 1 മോളാർ. ഇനി ഒരു ദാനിയൽ സെൽ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ എപ്പോഴെങ്കിലും അതിൻ്റെ വർക്കിംഗ് നിൽക്കുമോ? ദാറ്റ് മീൻസ് an electrochemical cell stop working after some time. That means in an electrochemical cell, to start with, the reduction potential of the cathode is more than that of anode. ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ല് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം കാഥോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആനോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലിനേക്കാളും കൂടുതലായിരിക്കും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണല്ലോ സെൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, സെൽ EMF. അതുകൊണ്ടല്ലേ സെൽ EMF എന്നുള്ളത് എങ്ങനെ എഴുതിയത്? ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ഓഫ് കാത്തോഡ് ആൻഡ് ആനോഡ്. ദാറ്റ് മീൻസ് ഈ കാത്തോഡ് മൈനസ് ഈ ആനോഡ് നമ്മൾ എഴുതിയത്. അപ്പോൾ ആസ് ദ റിഡോക്സ് റിയാക്ഷൻ പ്രൊസീഡ് ഇൻ ദ സെൽ, ഈ സെല്ലിൽ റിഡോക്സ് റിയാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ നമ്മൾ കാണുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് ദി മെറ്റൽ അയോൺ ഇൻ ദ റിഡക്ഷൻ ഹാഫ് സെൽ ഡിക്രീസസ്. കാരണം റിഡക്ഷൻ ഹാഫ് സെല്ലിൽ ഉള്ള മെറ്റൽ അയോൺ റോഡിൽ വന്ന് ഇലക്ട്രോണെ സ്വീകരിച്ച് അവിടെ റെഡ്യൂസ് ചെയ്യല്ലേ ചെയ്യുക, അല്ലേ? അപ്പോൾ സൊല്യൂഷനുള്ള മെറ്റൽ അയോൺ കോൺസെൻട്രേഷൻ കുറയുന്നില്ലേ കാഥോഡിൽ? ആനോഡിൽ എന്താണ് സംഭവിക്കുക? ആനോഡായിട്ട് ആക്ട് ചെയ്യുന്ന ഇലക്ട്രോണെ ലൂസ് ചെയ്ത് സൊല്യൂഷനിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു Mn+ അയോണായിട്ട്. അപ്പോൾ ഈ റോഡ് പതുക്കെ ഡിസോൾവ് ചെയ്യാൻ തുടങ്ങും. മെറ്റൽ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു? കൂടുന്നുണ്ട്. ശരിയാണല്ലോ? ദിസ് കീപ്പ് ഓൺ ടിൽ the two become equal. ഇത് രണ്ടും ഈക്വൽ ആകുന്നവരെ ഇത് തുടർന്നുകൊണ്ടിരിക്കും. ബിക്കോസ് ഇറ്റ്സ് എ സ്പോണ്ടേനിയസ് പ്രോസസ്. ഓൾ സ്പോണ്ടേനിയസ് പ്രോസസ് വിൽ കണ്ടിന്യൂ ടിൽ ആൻ ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻഡ്. എല്ലാ സ്പോണ്ടേനിയസ് പ്രോസസ്സും നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടു തെർമോഡൈനാമിക്സിൽ. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. എപ്പോൾ വരെ? ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നവരെ. അങ്ങനെ ഇവിടെയും ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. എപ്പോഴ്? when the two becomes equal. At this stage the cell stop working. ഈ സമയത്ത് സെല്ലിൻ്റെ വർക്ക് എന്താവും? സ്റ്റോപ്പ് ആവും. അപ്പോൾ നമ്മൾ സെൽ പൊട്ടൻഷ്യൽ നോക്കിയാൽ സെൽ EMF, that means E cell is equal to 0. That means there is no difference in potential between cathode and anode. That means E cathode is equal to E anode, so that the difference is equal to 0. Hence the cell potential becomes 0. So we can say an electrochemical cell stop working after some time. Clear? അങ്ങനെയാണെങ്കിൽ at equilibrium, അത് ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലേ? അപ്പോൾ അറ്റ് ഈക്വിലിബ്രിയം നമുക്ക് എന്ത് പറയാം? ഈ സെൽ ഈസ് ഈക്വൽ ടു 0. ഈ സെൽ എന്താണ്? 0 ആണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെൽ എക്സ്പ്രഷൻ എടുക്കാം. ജനറൽ ഫോം കണ്ടില്ലേ? എന്താ? ഇതല്ലേ ജനറൽ ഫോം ആണല്ലോ. അപ്പോൾ ഈ സെൽ ഈസ് ഈക്വൽ ടു 0. That is the condition for equilibrium. So at equilibrium E cell equal to 0. Therefore 0 is equal to E0 cell minus 2.303 RT divided by NF into log. നോക്കിയേ, നമുക്കറിയാം ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ. ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആണ് അറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ അവരുടെ റേഷ്യോയെ നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് വിളിച്ചു കഴിഞ്ഞ വർഷം. ദാറ്റ് ഈസ് കോൾഡ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഇവിടെ മോളാർ കോൺസെൻട്രേഷൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സിയുടെ കാണിക്കാം. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻസ് അല്ലേ? അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ അറ്റ് ഇക്വിലിബ്രിയം ഇസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് represented by the letter K. അതുകൊണ്ട് നമുക്ക് ഇവിടെ log concentration of product by concentration of reactant at equilibrium can be written as nothing but log value of the equilibrium constant K. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം equilibrium constant
Kanda, equilibrium constant is related to only standard cell potential. That standard cell potential matter related to cell potential matter bandhamilla. Karanam at equilibrium cell potential is equal to 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് equilibrium constant expression ഇതിൽ കൊണ്ടുവരാം, സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ കൊണ്ടുവരാമല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ മൈനസ് ടേമിനെ പിടിച്ച് ഇടതുവശം കൊണ്ടുവരാമല്ലോ. പറഞ്ഞേ 2.303 RT divided by NF into log K C is equal to പറയൂ E0 സെൽ ആണല്ലോ. അപ്പോൾ നമുക്ക് വേണ്ട വാല്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ. ഇപ്പോൾ log KC is equal to ക്രോസ് ഗുണിച്ച് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ NF E0 സെൽ ഡിവൈഡഡ് ബൈ പറയൂ 2.303 RT. കറക്റ്റ് ആണല്ലോ. അപ്പോൾ we have the expression for the equilibrium constant in terms of standard cell potential. So what is the relation? Log Kc is equal to NF E0 cell divided by 2.303 RT. ഓരോ ടേം എന്താണെന്ന് അറിയാമല്ലോ, അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ N നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ്, F ഫാരഡേസ് കോൺസ്റ്റന്റ്, E0 സെൽ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ, R ഗ്യാസ് കോൺസ്റ്റന്റ്, T കെൽവിൻ ടെമ്പറേച്ചർ, K equilibrium constant. അപ്പോൾ ഡെൽറ്റ G, that means the free energy change in an electrochemical cell is nothing but the electrical work done by the cell. Cell ചെയ്യുന്ന electrical workന് equal ആണ്. Since it is done by the cell, it can be taken as negative. അതുകൊണ്ട് free energy change is related to the cell potential, that is E cell. Then it is multiplied by the number of Faraday passing in that redox reaction, that is NF. So delta G is equal to minus NF E cell. In standard state, we can say standard free energy, that means delta G0 is equal to minus NF പറയൂ. അപ്പോൾ എന്തായിരിക്കും? that is related to standard cell potential, that is E0 cell. So we can say delta G0 is equal to പറയൂ minus NF E0 cell. This is the relation between standard free energy change and standard cell potential. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുമായിട്ട് റിലേറ്റ് ചെയ്യാമല്ലോ. കാരണം നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യലുമായിട്ട് റിലേറ്റഡ് ആണല്ലോ. എന്തായിരുന്നു നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ? log K is equal to പറയും NF E0 സെൽ ഡിവൈഡഡ് ബൈ 2.303 RT. ശരിയല്ലേ? ഇതല്ലേ നമ്മൾ log Kയുടെ വാല്യൂ എഴുതിയത്. log K or log Kc is equal to NF E0 സെൽ ഡിവൈഡഡ് ബൈ 2.303 RT. ഇപ്പോൾ ഇവിടുന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. NF E0 സെൽ ഈസ് ഈക്വൽ ടു പറയൂ 2.303 RT log K അല്ലെങ്കിൽ log Kc. ഇനി ഈ ഇക്വേഷൻ അനുസരിച്ച് ഡെൽറ്റ G0 എന്ന് പറയുന്നത് മൈനസ് NF E0 സെൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ NF E0 സെൽ പോസിറ്റീവായിട്ട് പറഞ്ഞാൽ ഇതെന്താണ്? മൈനസ് ആയിട്ട് പറയും. എൻ്റെ അടുത്ത് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ മൈനസ് ഡെൽറ്റ G0 സെൽ. അങ്ങനെയാണെങ്കിൽ NF E0 സെല്ലിന് വരുന്നത് എഴുതാം മൈനസ് ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു 2.303 RT log Kc ഓർ log K. ഇതിനെ വീണ്ടും ഞാൻ മൈനസ് കൊണ്ട് ഇടത്തും വലത്തും മൾട്ടിപ്ലൈ എന്ന് വിചാരിക്കുക. കാരണം ഇവിടെ ഞാൻ പോസിറ്റീവ് ആക്കുന്നു. അപ്പോൾ ഡെൽറ്റ G0 അപ്പോൾ ഇവിടെ മൈനസ് ആവില്ലേ? മൈനസ് 2.303 RT log Kc. ഈ ഇക്വേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം തെർമോഡൈനാമിക്സിലും അതുപോലെ ഇക്വിലിബ്രിയത്തിലും നമ്മൾ കണ്ടതാണ്. റിലേഷൻ ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ആൻഡ് equilibrium constant. Therefore, standard free energy change and equilibrium constant is related by the expression delta G0 is equal to delta G0 is equal to minus 2.303 RT log Kc. So, what is the relation? Standard free energy change, that is delta G0 is equal to minus 2.303 RT log Kc, where delta G0 standard free energy change, R gas constant, T Kelvin temperature, Kc equilibrium constant in terms of
molar concentration. So this is the relation between standard free energy change and equilibrium constant. അപ്പോൾ ഇത്രയും ഇക്വേഷൻ വെച്ചുകൊണ്ട് കുറച്ച് പ്രോബ്ലംസ് നമുക്കിന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒന്നുകൂടെ നോക്കാം. നേർഡ്സ് ഇക്വേഷൻ, എക്സ്പ്രഷൻ ഫോർ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഒരു ജനറൽ റിഡക്ഷൻ റിയാക്ഷൻ നമ്മൾ എഴുതിയിട്ട് നേർഡ്സ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. അപ്പോൾ നേർഡ്സ് ഇക്വേഷൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മൈനസ് RT ഡിവൈഡ് ബൈ NF ഇൻറ്റു LN കോൺസെൻട്രേഷൻ ഓഫ് M ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഇലക്ട്രോലൈറ്റ് MN+. ഇത് നമ്മൾ കോമൺ ലോഗത്തിലോട്ട് മാറ്റണമെങ്കിൽ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി നമ്മൾ പഠിച്ചത് എന്താണ് പറയൂ. കോൺസെൻട്രേഷൻ ഓഫ് പ്യുവർ സോളിഡ് ഓർ ലിക്വിഡ് ഈസ് ടേക്കൺ ആസ് യൂണിറ്റി. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് M ഈസ് ടേക്കൺ ആസ് 1. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ ടെമ്പറേച്ചർ 298 കെൽവിൻ എന്ന് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 2.303 RT/F ഇത്രയും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ഈ വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ കിട്ടുന്ന വാല്യൂ ഓർത്തിരിക്കുക 0.059. അങ്ങനെയാണെങ്കിൽ 2.303 RT ഡിവൈഡ് ബൈ Fന് പകരം 0.059 കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഇക്വേഷൻ ചെറുതാകും. ഇനി നമ്മൾ എന്ത് കണ്ടു? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. കാരണം ഇവിടെ മൈനസ് സൈൻ ഉള്ളതുകൊണ്ട് ഇത് ഡിനോമിനേറ്ററിലാണെങ്കിലും ഇത് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൂടും. അപ്പം ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഈ ഇക്വേഷനാണ് നേർഡ്സ് ഇക്വേഷൻ. അപ്പോൾ ആ നേർഡ്സ് ഇക്വേഷൻ നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ എഴുതിയാൽ എന്താ? കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് യൂണിറ്റി അഥവാ 1 മോളാർ അല്ലേ? അപ്പോൾ log 1/1. അപ്പോൾ log 1 എന്ന് കിട്ടുമല്ലോ. log 1 0 അല്ലേ? അപ്പോൾ ഈ ടേം എന്തായി മാറും? 0. അപ്പോൾ E is nothing but E0. That means the electrode potential is equal to standard electrode potential. ഇതിൻ്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ എന്താണ്? നമുക്ക് സെൽ EMFൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. അപ്പോൾ EMF ഫ്രം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ ഡാനിയൽ സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഇതാണ് ഡാനിയൽ സെൽ. അപ്പോൾ കാഥോഡിൻ്റെ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിൻ്റെ പൊട്ടൻഷ്യലാണ് സെൽ പൊട്ടൻഷ്യൽ. അപ്പോൾ കോപ്പറിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് സിങ്കിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഈ രണ്ട് റിഡക്ഷൻ പൊട്ടൻഷ്യലും നേർഡ്സ് ഇക്വേഷൻ വഴി നമ്മൾ എഴുതിയിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടിയില്ലേ? എക്സ്പൊണൻഷ്യൽ ലോഗരിതം ആണെങ്കിൽ LN എന്നെഴുതിയാൽ 2.303 ആവശ്യം ഇല്ല. അപ്പോൾ RT ഡിവൈഡ് ബൈ NF. ഇനി ഒരു കാര്യം ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞു. എന്താണ്? സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ഈസ് ടേക്കൺ ആസ് യൂണിറ്റി. ദാറ്റ് മീൻസ് കോൺസെൻട്രേഷൻ ഓഫ് Zn2+, അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് Cu2+, രണ്ടും 1 മോളാർ കോൺസെൻട്രേഷൻ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 1/1, ദാറ്റ് മീൻസ് log 1 എന്ന് കിട്ടും അല്ലേ? ഇവിടെ ആയാലും log 1 എന്ന് കിട്ടും. അപ്പോൾ log 1 0. അപ്പോൾ ഈ ടേം കംപ്ലീറ്റ്ലി 0. അപ്പോൾ ഈ സെൽ ഈസ് ഈക്വൽ ടു എന്നതിന് കിട്ടും E0 സെൽ എന്ന് കിട്ടും. അത് നമ്മൾ കണ്ടു. ദാറ്റ് മീൻസ് ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ, കാരണം log 1 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം. അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ പ്രൂവ് ദാറ്റ് ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ. ഇനി ജനറൽ ഫോമിൽ നമ്മൾ ഇങ്ങനെയല്ലേ എഴുതിയത്? ഇവിടെ 298 കെൽവിൻ ആണ് ടെമ്പറേച്ചർ എന്നിരിക്കട്ടെ. അപ്പോൾ 2.303 RT ഡിവൈഡ് ബൈ F ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ആ വാല്യൂസ് എത്ര ആയിട്ട് കിട്ടും? 0.059. പിന്നെ താഴെ എന്താ എഴുതിയാൽ മതി? N മാത്രം എഴുതിയാൽ മതി. ഇൻ ലോ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ റിയാക്ടർ. ഇത് കോമൺ ലോഗരിതത്തിലല്ല, എക്സ്പൊണൻഷ്യൽ ലോഗരിതത്തിലാണെങ്കിൽ ഈ 2.303 ആവശ്യം ഇല്ല. അപ്പോൾ പിന്നെ ഈ ഇക്വേഷൻ ഇങ്ങനെയാവും. E cell is equal to E0 cell minus RT divided by NF into Ln concentration of product by concentration of reactor. General reduction cell reaction of the type ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഡിറൈവ് ചെയ്ത്? E cell is equal to E0 cell minus 2.303 RT divided by NF into log concentration of product by reactant, in which each concentration term raised to a power equal to its coefficient in the balanced chemical equation. ഉണ്ടല്ലേ? ഇനി 298 കെൽവിൻ ആണ് ടെമ്പറേച്ചർ എങ്കിൽ 2.303 RT ഡിവൈഡ് ബൈ F അത്രയും ഒരു കോൺസ്റ്റൻ്റായി മാറുമല്ലോ. അപ്പോൾ ആ വാല്യൂ എത്രയായിട്ട്
എഴുതാം 0.059 താഴെ. അപ്പോൾ പിന്നെ എന്തേ കാണൂ, എന്നേ ഉള്ളൂ. ഇനി നോക്കിയേ, ആൻ ഇലക്ട്രോ കെമിക്കൽ സെൽ സ്റ്റോപ്പ് വർക്കിംഗ് ആഫ്റ്റർ സം ടൈം. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. എപ്പോഴും ഇതൊരു സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ ആണ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യും ടിൽ ആൻ ഇക്വിലിബ്രിയം ഈസ് അറ്റൈൻ. അറ്റ് ഇക്വിലിബ്രിയം ദ സെൽ പൊട്ടൻഷ്യൽ ഈസ് 0, ദാറ്റ് മീൻസ് ദ സെൽ സ്റ്റോപ്പ് വർക്കിംഗ്. അപ്പോൾ നമ്മൾ സെൽ പൊട്ടൻഷ്യൽ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ഈ സെല്ലിന് പകരം 0 കൊടുത്താൽ 0 ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 2.303 RT ഡിവൈഡ് ബൈ NF ഇൻറ്റു ദി ഇക്വിലിബ്രിയം കണ്ടീഷനിലെ. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ബൈ റിയാക്ടിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് എന്താ എഴുതാം, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് K ആയിട്ട് എഴുതാം. അതുകൊണ്ട് നമ്മൾ കണ്ടു ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഈസ് റിലേറ്റഡ് ടു സെൽ പൊട്ടൻഷ്യൽ. അതെന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ലോഗ് K ഈസ് ഈക്വൽ ടു NF E0 സെൽ ഡിവൈഡ് ബൈ 2.303 RT. This is the relation between equilibrium constant K and standard cell potential E0 cell. അതിൽ നിന്ന് K കണ്ടുപിടിക്കാൻ ലോഗ് മാറ്റിയാൽ മതി. That means anti log of this value അല്ലെങ്കിൽ 10 to the power this value. And this is the relation between standard cell potential and equilibrium constant K. ഇനി ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിൻ്റെ പ്രത്യേകത ആർ എക്സ്റ്റെൻസീവ്ലി യൂസ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് pH of solution, solubility product, equilibrium constant, etc. പിന്നെ നമ്മൾ കണ്ടത് ഇലക്ട്രോകെമിക്കൽ സെൽ ആൻഡ് ഫ്രീ എനർജി ചേഞ്ച്. ദാറ്റ് മീൻസ് ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ വർക്ക് ഡൺ ബൈ ദ സെൽ. അത് നമ്മൾ എങ്ങനെയാണ് എടുത്തത്, -NF E സെൽ. സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ΔG0 ഈസ് ഈക്വൽ ടു -NF E0 സെൽ. അപ്പോൾ നമുക്ക് ΔG0 ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനോട് കോറിലേറ്റ് ചെയ്യാമല്ലോ. കാരണം ലോഗ് കെയുടെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ NF E0 സെൽ ഈസ് ഈക്വൽ ടു 2.303 ലോഗ് കെ എന്ന് കിട്ടും. NF E0 സെല്ലിന് പകരം നമുക്ക് ΔG0 മൈനസ് എഴുതാം. അപ്പോൾ ആ മൈനസ് മാറ്റുമ്പോൾ ഇപ്പുറത്ത് മൈനസ് വരും. അപ്പോൾ ΔG0 ഈസ് ഈക്വൽ ടു -2.303 RT ലോഗ് കെ. ഇത് നമ്മൾ ഡിറൈവ് ചെയ്തു. റിലേഷൻ ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഇനി ഇതൊന്ന് നോട്ട് ചെയ്തേ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു സ്റ്റോർ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇൻ സിങ്ക് വെസൽ. എന്താ കാരണം, സിങ്കിൻ്റെ ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുതലാണ്, അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ് ആരേക്കാൾ, കോപ്പറിനേക്കാൾ. അപ്പോൾ സിങ്ക് എന്ത് ചെയ്യും, ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ സിങ്ക് ഇലക്ട്രോണെ ലൂസ് ചെയ്യും. ആ ഇലക്ട്രോണിനെ കോപ്പർ സൾഫേറ്റിലെ Cu2+ അയോൺ സ്വീകരിച്ച് Cu2+ റെഡ്യൂസ് ചെയ്ത് കോപ്പറായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ സിങ്ക് വെസൽ ഡിസോൾവ് ചെയ്യാൻ തുടങ്ങും, കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടൊരു റിഡോക്സ് റിയാക്ഷൻ നടക്കുമല്ലോ. അതുകൊണ്ട് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എ റിഡോക്സ് റിയാക്ഷൻ വിൽ ടേക്സ് പ്ലേസ്. കാരണം എന്താ, E0 വാല്യൂ ഓഫ് സിങ്ക് ഈസ് ലോവർ ദാൻ കോപ്പർ, സോ ദാറ്റ് സിങ്ക് ഗെറ്റ് ഓക്സിഡൈസ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. എന്നാൽ തിരിച്ച് സാധ്യമാണ്. ദാറ്റ് മീൻസ് വൺ ക്യാൻ സ്റ്റോർ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഇൻ കോപ്പർ വെസൽ. കാരണം എന്താ, കോപ്പർ ഓക്സിഡൈസ് ചെയ്യില്ല. കോപ്പർ ഓക്സിഡൈസ് ചെയ്യാത്തതുകൊണ്ട് റിഡക്ഷൻ സ്കോപ്പ് ഇല്ല. അതുകൊണ്ട് നോ റിഡോക്സ് റിയാക്ഷൻ, സോ ദാറ്റ് ഇറ്റ് ഈസ് സേഫ്. കാരണം പറയൂ, സിങ്കിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കോപ്പറിനേക്കാൾ കുറവാണ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എ കെമിക്കൽ ലാബ് ദ ഫോളോയിങ് 3 types of vessels are available: copper vessel, zinc vessel, aluminum vessel. If you want to store 1 molar solution of ferrous sulfate solution, which vessel you will select? Explain. Okay, E0 of iron minus 0.44 volt, E0 of copper plus 0.34 volt, സിങ്കിൻ്റെയോ minus 0.76 volt, അലുമിനിയത്തിൻ്റെയോ minus 1.66 volt. അപ്പോൾ നമുക്ക് ആരെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ. ഈ 3 വെസലല്ലേ ലാബിലുള്ളത്. അലുമിനിയത്തിൻ്റെയും സിങ്കിൻ്റെയും ഇലക്ട്രോ പോസിറ്റീവ് അയനേക്കാൾ കൂടുതലായതുകൊണ്ട് ഈ വെസലിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ സിങ്കും അതുപോലെ അലുമിനിയം ഓക്സിഡൈസ് ചെയ്യില്ലേ. അങ്ങനെ ഓക്സിഡൈസ് ചെയ്യുന്നതുകൊണ്ട് ഫെറസ് സൾഫേറ്റിലെ Fe2+ റെഡ്യൂസ് ചെയ്തില്ലേ. അപ്പോൾ ഒരു റിഡോക്സ് റിയാക്ഷൻ സെറ്റപ്പ് ആവില്ലേ. അപ്പോൾ സേഫ് അല്ലല്ലോ. അപ്പോൾ എതിനെയാണോ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്, ആ വെസലിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇതിനേക്കാളും കൂടുതലായിരിക്കണം. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലായാൽ ഓക്സിഡൈസ് ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ റിഡോക്സ് റിയാക്ഷൻ സ്കോപ്പ് ഇല്ല. അപ്പോൾ നമുക്ക് ഏത് വെസലേ ഉപയോഗിക്കാൻ പറ്റൂ, കോപ്പർ വെസലേ ഉപയോഗിക്കാൻ പറ്റൂ. കാരണം എന്താ, മെറ്റൽ ഹാവിങ് ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ദാറ്റ് മീൻസ് റിയാക്റ്റീവ് മെറ്റൽ വിൽ ഡിസ്പ്ലേസ് എ മെറ്റൽ ഹാവിങ് ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ദാറ്റ് മീൻസ് ലോ റിയാക്റ്റീവ് മെറ്റൽ ഫ്രം ദെയർ ആക്റ്റീവ് സൊല്യൂഷൻ. അതുകൊണ്ടാണ് E0 വാല്യൂ കുറഞ്ഞ സിങ്ക് വെസലോ അലുമിനിയം വെസലോ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അതിനേക്കാൾ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ അതിൻ്റെ സൊല്യൂഷനിൽ എന്ത് ചെയ്യും, ഡിസ്പ്ലേസ് ചെയ്യും, ബിക്കോസ് ഓഫ് എ റിഡോക്സ് റിയാക്ഷൻ. അതുകൊണ്ട് നമുക്ക് സിങ്ക് വെസലോ അലുമിനിയം വെസലോ എടുക്കാൻ പറ്റില്ല. പക്ഷേ കോപ്പർ വെസൽ എടുക്കാം. കാരണം കോപ്പറിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ അയണേക്കാൾ കൂടുതലായതുകൊണ്ട് കോപ്പർ എന്ത് ചെയ്യില്ല, ഓക്സിഡൈസ് ചെയ്യില്ല. അപ്പോൾ നോ റിഡോക്സ് റിയാക്ഷൻ.
ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് അസൈൻമെൻറ്റായി ചെയ്യുമല്ലോ. നമ്മൾ പഠിച്ച ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. കാൽക്കുലേറ്റ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഓഫ് ദ റിയാക്ഷൻ ആൻഡ് ഓൾസോ റെപ്രസെൻറ്റ് ദ സെൽ. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചു. ആ എക്സ്പ്രഷനിൽ E0 സെല്ലിൻ്റെ വാല്യൂ കൊടുക്കുക. ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ്, കോപ്പർ 2 ഇലക്ട്രോണെ ലൂസ് ചെയ്യുന്നു. അപ്പോൾ ഓരോ ഇലക്ട്രോൺ വീതം 2 സിൽവർ ഗെയിൻ ചെയ്ത് 2 സിൽവർ ആട്ടമായിട്ട് മാറുന്നു. അപ്പോൾ n എന്ന് പറയുന്നത് 2. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇനി ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഡാനിയൽ സെൽ ഈസ് 1.1. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ഓഫ് ദ റിയാക്ഷൻ. ഗിബ്സ് ഫ്രീ എനർജി എന്താണ്? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് NF E സെൽ ആണല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ദാറ്റ് ഈസ് ഡെൽറ്റ G0 ആണ്. അപ്പം ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു മൈനസ് NF E0 സെൽ. E0 സെൽ തന്നിട്ടുണ്ട്. n എത്രയാണ് ഇവിടെ? n ഈക്വൽ ടു 2. 2 ഇലക്ട്രോണെ സിങ്ക് ലൂസ് ചെയ്യുന്നു, 2 ഇലക്ട്രോണെ കോപ്പർ 2+ ഗെയിൻ ചെയ്ത് കോപ്പർ ആവും. അപ്പോൾ n ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ, ദ സെൽ ഇൻ വിച്ച് ദ ഫോളോയിങ് റിയാക്ഷൻ ഒക്കേഴ്സ്. സെൽ പൊട്ടൻഷ്യൽസ് അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ഈസ് ഗിവൺ. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഗിബ്സ് ഫ്രീ എനർജിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം. ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു മൈനസ് NF E0 സെൽ. അപ്പോൾ E0 സെൽ ഇവിടെ തന്നിട്ടുണ്ട്, n ഇവിടെ നിന്ന് കണ്ടുപിടിക്കുക. ഇനി കാൽക്കുലേറ്റ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ G0 കണ്ടുപിടിച്ചാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ E0 സെല്ലിൽ നിന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റെപ്രസെൻറ്റ് ദ സെൽ ഇൻ വിച്ച് ദ ഫോളോയിങ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്. ഇതാണ് റിയാക്ഷൻ. അപ്പോൾ സെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യണം. അത് നമ്മൾ നേരത്തെ ഉള്ള ക്ലാസ്സിൽ പഠിച്ചാണ്. Mg ബാർ Mg2+, Ag ബാർ Ag, Mg2+ഉം Ag ബാറും സെപ്പറേറ്റ് ബൈ എ ഡബിൾ വെർട്ടിക്കൽ ലൈൻ. ഇനി ഈ സെൽ കണ്ടുപിടിക്കണം. E0 സെൽ തന്നിട്ടുണ്ട്. ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ്, ഇത് ടെമ്പറേച്ചർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. അപ്പോൾ നമുക്ക് 2.303 RT ഡിവൈഡ് ബൈ എഫിന് പകരം 0.059 ഡിവൈഡ് ബൈ n നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ്. മഗ്നീഷ്യം 2 ഇലക്ട്രോണെ ലൂസ് ചെയ്യുന്നു, ഓരോ ഇലക്ട്രോൺ വീതം 2 സിൽവർ 2 ഇലക്ട്രോണെ ഗെയിൻ ചെയ്ത് 2 സിൽവർ ആകുന്നു. അപ്പോൾ n ഈക്വൽ ടു 2. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ്, മൈനസ് വന്നാൽ ആൽഫബറ്റിക് ഓർഡറിൽ പറയണം. ആനോഡിക് കോൺസെൻട്രേഷൻ ബൈ കാഥോഡിക് കോൺസെൻട്രേഷൻ. ആനോഡ് ആര്? മഗ്നീഷ്യം. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ 0.130 ആണല്ലോ, ഡിവൈഡഡ് ബൈ കാഥോഡിക് കോൺസെൻട്രേഷൻ, അത് സിൽവറാണ്. അപ്പോൾ 10⁻⁴ എത്ര എഴുതാം? 1, 2, 3, 4 10⁻⁻⁴. അപ്പോൾ 10⁻⁻⁴. പക്ഷേ ഇവിടെ എന്താണ്? ഇതിൻ്റെ കോൺസെൻട്രേഷൻ ടേം റൈസ് ദ പവർ 2 ബിക്കോസ് ഇറ്റ് ഈസ് 2 മോൾ. എന്നാൽ ഇത് 1 മോളേ ഉള്ളൂ. അപ്പോൾ 0. ഇതിനെ സയൻറ്റിഫിക് നോട്ട് ചെയ്താൽ 1.3 × 10⁻⁻1 the whole raised to 1. ഇവിടെ 10⁻⁴ the whole raised to 2 raised the power 2. ഇത് സോൾവ് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാലും ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, then calculate the potential of hydrogen electrode in contact with the solution of pH is equal to 10. pH 10. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ E ആണ് കണ്ടുപിടിക്കേണ്ടത്. pH 10 തന്നാൽ, pH എന്താണ്? നെഗറ്റീവ് ലോഗ് ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. അതുകൊണ്ട് ഇവിടെ H+ അയോൺ കോൺസെൻട്രേഷൻ നമ്മൾ എന്താ എഴുതും? 10⁻⁻10. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലോഗ് 10 1 ആണ്. അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. കാൽക്കുലേറ്റ് ദ EM ഓഫ് ദ സെൽ ഇൻ വിച്ച് ദ ഫോളോയിങ് റിയാക്ഷൻ ടേക്സ് പ്ലേസ്. ഓൾസോ റെപ്രസെൻറ്റ് സെൽ. നേരത്തെ നമ്മൾ ചെയ്ത ടൈപ്പ് റൂൾ. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് നിക്കൽ ഇലക്ട്രോഡ് ഇഫ് ദ EM ഓഫ് ദ സെൽ ഈസ് ഗിവൺ 0.59. അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് നിക്കൽ E0 ഓഫ് Ni2+ ബാർ Ni കണ്ടുപിടിക്കണം. ലോഗരിതമിക് എക്സ്പ്രഷനാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാലും മാർക്ക് കിട്ടും. റൈറ്റ് ദ നേഴ്സ് ഇക്വേഷൻ ആൻഡ് കാൽക്കുലേറ്റ് EM ഓഫ് ദ ഫോളോയിങ്. ആ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മാത്രം മതി. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ഓഫ് ഡാനിയൽ സെൽ. അത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. E0 ഓഫ് സെൽ ഈസ് ഈക്വൽ ടു E0 ഓഫ് കാത്തോഡ്, ദാറ്റ് മീൻസ് കോപ്പർ ഇലക്ട്രോഡ്, മൈനസ് E0 ഓഫ് ആനോഡ്. ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാം. 1.10 വോൾട്ട് എന്ന് കിട്ടും. How will you determine standard electrode potential of the system? Mg2+ ബാർ Mg solid. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി? SHയുമായിട്ട് കപ്പിൾ ചെയ്ത് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞ വോള്യത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുമല്ലോ.